ആദ്യം അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിലേക്ക്. ശ്രീ നോബിൾ മാത്യു, വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിന് മുൻപും ശേഷവും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധം. വാസ്തവത്തിൽ കലാപത്തിന് സമാനമായ ഒരു സാഹചര്യം പലയിടത്തും നിലനിൽക്കുന്നത് നമ്മൾ കാണുകയാണ് എല്ലാ ദിവസവും വാർത്താ മാധ്യമങ്ങളിലൂടെ. ആ സാഹചര്യത്തിലാണ് മുസ്ലിങ്ങൾക്കെതിരെ ഈ വിധം വലിയ തരത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മറ്റു മതവിഭാഗങ്ങൾക്കും ആദിവാസികൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കും സംശയമുണ്ടാക്കുന്ന തരത്തിലൊരു പരാമർശം പ്രധാനമന്ത്രി നടത്തുന്നത്. ഭൂഷണമാണ് ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ തരത്തിലുള്ള വാക്കുകൾ. ആദ്യമേ തന്നെ കൈരളിയുടെ പ്രേക്ഷകർക്ക് വിഷുവിൻ്റെയും ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ ജന്മജയന്തിയുടെയും ആശംസകൾ നേരുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് ചർച്ചാ വിഷയം തന്നെ ആ പോസ്റ്റർ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവഹേളിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു പോസ്റ്ററാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട്. പക്ഷെ ഞാൻ പറയും, നരേന്ദ്രമോദി ഒരു പ്രചാരകനാണ്. നരേന്ദ്രമോദി പ്രചാരകൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, ഇരട്ട ചങ്കിൻ്റെ ഒരു പ്രചാരകനാണ്. ഭാരതത്തിൻ്റെ പരമവൈഭവത്തിൻ്റെ പ്രചാരകനാണ്. ഇന്നത്തെ പ്രസംഗം ആണല്ലോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ പ്രസംഗത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു? ആ പ്രസംഗത്തിൽ ഹരിയാനയിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിൽ ഒരൊറ്റ വാക്കെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു? ഇല്ലാത്ത കാര്യം വല്ലാത്ത പൊല്ലാപ്പുണ്ടാക്കുന്നതല്ലേ നിങ്ങളുടെ പരിപാടി. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വിധവകളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു, നമ്മുടെ നാട്ടിലെ അധസ്ഥിതരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു, ആ സ്വത്തുക്കളൊക്കെ തിരികെ ലഭിക്കും. ഇതല്ലേ കമ്മ്യൂണിസം പറഞ്ഞിരിക്കുന്നത്? കമ്മ്യൂണിസമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോഷ്യലിസമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒരു പേരും പരാമർശിക്കാത്ത ഒരു പേരും വെച്ചുകൊണ്ട് വലിയ ചർച്ചകൾ നടത്തി. അഭിപ്രായം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദിയുടെ വിദ്വേഷ പരാമർശങ്ങൾ അക്കമിട്ട് നിർത്തിയത് അതുകൊണ്ടാണ്. അത് പ്രധാനമന്ത്രി ആയ ശേഷം മാത്രം തുടങ്ങിയതല്ല. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം മുതൽ ചുരുങ്ങിയ കാരണങ്ങൾ അല്ലെങ്കിൽ ചുരുങ്ങിയ സന്ദർഭങ്ങൾ മാത്രമാണ് ഞാൻ തുടക്കത്തിൽ പരാമർശിച്ചു പോയത്. അപ്പോൾ അതിലൊക്കെയും ഈ നിലയിൽ താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെ. അതിന്റെ തുടർച്ചയാണ് ഇന്നും ഉണ്ടായത് ശ്രീ നോബിൾ മാത്യു. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം പറയുന്ന തരത്തിൽ എവിടെയാണ് വിധവകളുടെയും ആദിവാസികളുടെയും ഒക്കെ ഭൂമി വഖഫിന്റെ പേരിൽ തട്ടിയെടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ടുള്ളത്? അത് ഇനി അധികം വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കേൾക്കണ്ടല്ലോ, വരാൻ പോകുന്നതാണ്. അത് അനധിവിദൂര ഭാവിയിൽ വഖഫ് സ്വത്ത് കൈയടക്കിയ നിരവധി മുതലാളിമാർ, നിങ്ങളുടെ ഭാഷയിലുള്ള മുതലാളിമാർ, ആ മുതലാളിമാരുടെയൊക്കെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ പോവുക. അത് ഒന്നൊന്നായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഈ മുസ്ലിം നേതാക്കളാണ് പങ്കെടുത്തത്. ഞങ്ങൾ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഡൽഹിയിൽ ചർച്ച നടക്കുകയുണ്ടായി. ആ ചർച്ച ബഹുമാനപ്പെട്ട നമ്മുടെ നേരത്തെ രാധാ മോഹൻദാസ് അഗർവാൾജി ഉണ്ടായിരുന്നു, നമ്മുടെ അനിൽ ആൻ്റണി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ജമാൽ സിദ്ദിഖിജി ഉണ്ടായിരുന്നു, അതുപോലെ ഇന്ത്യയിലെ പല വഖഫ് ബോർഡ് ചെയർമാന്മാരും ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, ആരൊക്കെ കാശ്, പാവപ്പെട്ടവരുടെ കാശ് ആരുടെയൊക്കെ പക്കലുണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അനധിവിദൂര ഭാവിയിൽ അതൊക്കെ പുറത്തുവിടും. ഇപ്പോൾ ആദ്യമേ എന്തായിരുന്നു, ഇവിടെ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കുന്ന യന്ത്രങ്ങളാണെന്ന് പറഞ്ഞ്. ഇത് നരേന്ദ്രമോദി പറയുന്നതിന് മുമ്പ് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ടെന്നേ. അന്ന് നിങ്ങൾക്കൊന്നും ഇല്ലായിരുന്നല്ലോ. VS അച്യുതാനന്ദനാണ് ഇക്കാര്യം ഇവിടെ പറഞ്ഞത്. അന്ന് ആരും ഇതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്തില്ലല്ലോ. ഇപ്പോൾ യൂറോപ്പിൽ നടക്കുന്നത്, ഇംഗ്ലണ്ടിൽ നടക്കുന്നത്, ഫ്രാൻസിൽ നടക്കുന്ന, ജർമ്മനിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങളാരും മുസ്ലിങ്ങൾക്കെതിരല്ല. പാവപ്പെട്ട നല്ലവരായ മുസ്ലിങ്ങൾ ഈ വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി, ജിഹാദ് നടത്താൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ തന്നെ എതിരാണ്. അവരുടെ നാട്ടിൽ പാവപ്പെട്ട ആൾക്കാരുടെ, അവരുടെ പശ്മന്ത മുസ്ലിംസിനെ ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്ന അവർക്ക് ഈ നാട്ടിലെ വലിയ, അതായത് നിങ്ങളുടെ ഭാഷ ബൂർഷ്വാ മുസ്ലിങ്ങൾ, അങ്ങനെ ചിലരുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ എതിർ നിൽക്കുന്നത്. ഇന്ന് ഈ വഖഫ് നിയമത്തിനെതിരെ കോടതി പോകുമെന്ന് പറഞ്ഞു. എന്തിയെ കോടതി പോയാൽ നിൽക്കുമോ?
കോടതിയിൽ പോകാനായിട്ട് ഇതിനകത്ത് കളറബിൾ ലെജിസ്ലേഷൻ ഉണ്ടോ? ഇതിൻ്റെ അകത്ത് അൺറീസണബിൾ ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? ഇതിനകത്ത് എവിടെയെങ്കിലും മതം പറഞ്ഞിട്ടുണ്ടോ? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഉണ്ടോ? അതുപോലെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയിട്ടുണ്ടോ? ഒന്നുമില്ല. കോടതിയിൽ ചുമ്മാ അവരുടെ ആൾക്കാരെ പറഞ്ഞു നിർത്താൻ വേണ്ടി കോടതിയിൽ പോകും എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. മുസ്ലിം ലീഗിനെതിരെ SDPI പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അവരുടെ വഖഫ് ബോർഡിനെതിരെ. മനസ്സിലായോ? പ്രതിഷേധിക്കാത്ത നല്ലവരായ മുസ്ലിം എന്ന്. ഈ പ്രതിഷേധിക്കാത്ത നല്ലവരായ മുസ്ലിം ആരാണ്? രണ്ട്, ഇപ്പോൾ പറഞ്ഞ അവരുടെ ആളുകൾ. ഈ അവരുടെ ആളുകൾ ആരാണ്? അവർ ആരാണ്? അവരുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന നമ്മുടെ സ്വത്തുക്കൾ, പാവങ്ങളുടെ സ്വത്തുക്കൾ ചൂഷണം ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. പണ്ട് സഖാവ് നയനാർ പറയായിരുന്നു, ചെള്ളക്കടിച്ചപ്പോൾ പള്ള തുറന്നു എന്ന് പറയും. അതുപോലെ ചിലരുടെ പള്ള ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അവരാണ് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അവർ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ വർഗീയ കലാപമൊക്കെ ഇവിടെ ഇന്ത്യയിൽ തീരും. കോടതിയിൽ പോയി രക്ഷയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വർഗീയ കലാപം ഉണ്ടാക്കി ഈ നിയമത്തിൽ നിന്നും പിന്മാറാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നു, പ്രതീകമാണ്. അതിന്റെ പ്രചാരകനാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഈ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരും. എന്ന പേരിൽ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. ഇസ്ലാം മത വിശ്വാസികളൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിരുന്ന ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുകയും അത് രാത്രിയുടെ മറവിൽ പൊളിക്കുകയും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും കലാപത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുകയും ചെയ്ത ആളുകളെ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല ഞാൻ പറയട്ടെ, അന്ന് ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാഷോടൊപ്പം ഞാനും ചില 91 തെരഞ്ഞെടുപ്പ് അന്ന് ഞാനൊക്കെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗം KSയുടെ പ്രസിഡന്റായിരുന്നു. പ്രചരണത്തിന് പോയിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ പ്രചരണമാണ്, ബാബറി മസ്ജിദ് പൊളിച്ചതാരാ? BJP. ബാബറി മസ്ജിദ് പൊളിക്കാൻ കൂട്ടുനിന്ന ആരാ? കോൺഗ്രസ്. അന്ന് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് മണ്ഡലം മസ്ജിദുമല്ല പ്രശ്നം, ഞങ്ങൾക്ക് മഞ്ചേരിയും പൊന്നാനിയുമാണ് പ്രശ്നം എന്ന് അദ്ദേഹം പ്രസംഗിച്ച അവരാണ്. ആരുടെയെങ്കിലും സ്വത്ത് പിടിച്ചെടുക്കാൻ, ഈ സ്വത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഒരു വിഭാഗം കണ്ട ഭൂമി അല്ലെങ്കിൽ മസ്ജിദ് ആരാധനാലയം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതിലും വലിയ കലാപാഹ്വാനം ഈ രാജ്യത്ത് മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ശ്രീ നോബിൾ മാത്യു? അതല്ലേ ചോദ്യം.